ഗൈസ് ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. നമ്മളെ വീട് പണി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെട്ടുകല്ല് ഇറക്കിയിട്ടുണ്ട്. ഇത് നമ്മളെ ഇവിടെ നിന്നല്ല, കണ്ണൂരിൽ നിന്നല്ല വരുന്നത്, ഇരിട്ടിന്ന് വരുന്ന വെട്ടുകല്ലാണ്. അങ്ങനെ വെട്ടുകല്ല് നമ്മൾ വീട്ടിൽ ഇവിടെ ഇറക്കി കഴിഞ്ഞപ്പോൾ ഈ കളറിലൊന്നും അല്ലായിരുന്നു വെട്ടുകല്ല് വന്നത് കേട്ടോ. ഇരിട്ടിന്നാണ് വന്നത്. വെട്ടുകല്ല് ഫുള്ള് ചളി കൈകൊണ്ട് വാരി തേച്ച പോലെയാണ് വെട്ടുകല്ല് വന്നിരുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, പിന്നെ ഇത് മൊത്തം ഇത് ഈ ചളി കൊണ്ട് നമ്മൾ ഇത് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചളിയിൽ സിമെൻറ്റ് പിടിക്കൂലല്ലോ. എങ്ങനെ ചളിയിൽ ഈ സിമെൻറ്റ് പിടിക്കൂലല്ലോ. അങ്ങനെ ഞങ്ങളിത് മൊത്തത്തിൽ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് നോക്കി നിങ്ങൾ, കഴുകി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫുള്ള് അടർന്നു പോവുക. അതാണ്ടോ ഇതേപോലെയുള്ള ഈ വെള്ളമായിട്ട് അടർന്നു പോകും. നോക്ക്, നമുക്കിവിടെ ഉള്ള ഒരാൾ, ബത്തേരി തന്നെ ഉള്ള ഒരാളാണ് ഈ വെട്ടുകല്ല് മുഴുവൻ ഇറക്കി തന്നിട്ടുള്ളത്. ഫുള്ള് വെള്ള കളറിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നവരിത് നല്ലതാണോ മോശമാണോ നമുക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ ഫുള്ള് കണ്ടിട്ടുള്ളത് ഫുള്ള് ചുമന്ന വെട്ടുകല്ലുകളാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇതൊന്ന് നോക്കി, ഫുള്ള് വെള്ള വെട്ടുകല്ല്. ഈ വെട്ടുകല്ല് മോശമാണോ നല്ലതാണോ ഒന്ന് നിങ്ങളൊന്ന് പറഞ്ഞിരുന്നു. ഇങ്ങോട്ട് നോക്കി, ഇത് മുഴുവൻ ഞാൻ കഴുകിയതാണ്. കഴുകി കഴിഞ്ഞപ്പോൾ ഇത് ഫുള്ള് അടർന്ന് പോവുക. അതുകൊണ്ട് ഓവറായിട്ട് നമ്മൾ കഴുകാൻ നിന്നിട്ടില്ല. അപ്പോൾ വെട്ടുകല്ല് ഇങ്ങനെ അടർന്നു പോകാൻ സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ ഇത് മോശം വെട്ടുകല്ലാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ ആള് ബത്തേരിയുള്ള ആൾ തന്നെയാണ് ഈ വെട്ടുകല്ല് കൊണ്ട് തന്നെ നമ്മളെ ചാമ്പിയത് ആണോ എന്ന് പറയുന്നത്. അവിടെ ഒരു വെട്ടുകല്ലുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നോക്കി, ഈ വെട്ടുകല്ല് ഇതേപോലെ ചളി വാരി തേമ്പിമാരിയൊക്കെ കൊണ്ടുവന്നത്. അവർ പറഞ്ഞ്, ഇവിടെ നമ്മളെ പണിയെടുക്കുന്ന ആളും പറഞ്ഞ് ഇതൊന്നും ഒരു കുഴപ്പമില്ല, ഇത് നമുക്ക് എന്ത് ചെയ്യുക, ഇതേമാതിരി മണ്ണ് വെച്ചിട്ടാണ് കെട്ടൽ, ആരും കഴുകലൊന്നുമില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഇത് കഴുകിയിട്ടില്ലെങ്കിൽ ഈ മണ്ണിൽ സിമെൻറ്റ് പിടിക്കൂലല്ലോ. അപ്പം നമ്മളെന്ത് ചെയ്ത് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വളരെ മോശം. ഈ വെള്ളം ആദ്യം കാണൂലായിരുന്നു കേട്ടോ. ഇത് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ വെള്ളം നമ്മൾ കണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇത് കഴുകാണ്ട് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിന് ഒരു പിടുത്തം ഉണ്ടാവില്ല. അപ്പോൾ ഇത് നോക്കി, നിങ്ങളെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇത് ആ വെട്ടുകല്ല് കൊണ്ടുവന്ന ആൾ നമ്മളെ പറ്റിച്ചതാണോ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ വെട്ടുകല്ല് ഉണ്ടാകുക, നിങ്ങളൊന്ന് പറഞ്ഞുതരേ. നോക്കി, ഇത് കഴുകി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ മൊത്തത്തിൽ അടർന്ന് പോവുക. ഇങ്ങോട്ട് നോക്കിയത് ഒന്ന് നോക്കിയത് നോക്കി നിങ്ങൾ, ഭയങ്കരമായിട്ട് അടർന്നു പോവുക. ഈ വെട്ടുകല്ല് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാകുക. നമ്മൾ ആദ്യമായിട്ടാണ് വെട്ടുകല്ലും കൊണ്ടൊരു പരിപാടി നടക്കുന്നത്. ഇങ്ങോട്ട് നോക്കി, ഫുള്ള് മോശം കല്ല്. ഇങ്ങോട്ട് നോക്കി ഒന്ന് പറഞ്ഞു തരിട്ടോ. വെട്ടുകല്ല് ഇങ്ങനത്തെ വെട്ടുകല്ല് തന്നിട്ട് നമ്മളെ പറ്റിച്ചതാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് പറഞ്ഞു തരിട്ടോ, നമുക്ക് അറിയാനുള്ള ഒരു ശുഷ്കാന്തിയും കൊണ്ടാണ്. 59 ഉറുപ്പ്യാണ്. 59 ഉറുപ്പ്യല്ലേ കൊടുത്തിരിക്കുന്നത്? 58 ഉറുപ്പ്യാണ് നമ്മൾ ഈ ഒരു വെട്ടുകല്ലിന് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നോക്കി വെട്ടുകല്ലിൻ്റെ ഒരു അവസ്ഥ. അത് ചതിയിൽ പെടാൻ നിൽക്കണ്ട. ഈ പണിയെടുക്കുന്ന ആൾക്കാരും കോൺട്രാക്ടർമാരും വെട്ടുകല്ല് കൊണ്ടുവരുന്ന ആൾക്കാരും കൂടി ഒത്തിട്ടാണോ എന്നും അറിയില്ല. അവർ പറയുന്നത് ആ വെട്ടുകല്ല് ചളിയോടെ കെട്ടിയാൽ മതിയെന്ന്. ഇതിൻ്റെ മേലെ നമ്മളെ കൈ കൊണ്ട് ഇങ്ങനെ വാരി തേച്ച പോലെയായിരുന്നു വെട്ടുകല്ലുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു കഴുകൊന്നും വേണ്ട, ഞങ്ങൾ കഴുകാതെയാണ് കെട്ടുന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, എന്തൊരവസ്ഥയാണ് നോക്കി. ആരോട് പറയാൻ പറ്റും? കണ്ടോ, വെട്ടുകല്ല് കംപ്ലീറ്റ്ലി ഓട്ടയാണ്, മോശം വെട്ടുകല്ല്. ഇത് സെക്കൻഡ് ക്വാളിറ്റി ആണോ, അല്ലെങ്കിൽ ഇത് വീട് ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റാത്തതാണോ, അറിയുന്നവരൊന്ന് പറഞ്ഞു തരി പ്ലീസ് ഗൈസ്. ഒന്ന് ഷെയറും ചെയ്യ്, ആരും പറ്റിക്കപ്പെടണ്ട.